ഞാനിപ്പോൾ അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറിയെന്നും മൗനം പാലിച്ചു എന്നൊക്കെ പറയാനിടയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കുമ്പോൾ 2021 ഇടതുപക്ഷത്തിന് മഹാവിജയമാണ് ഉണ്ടായത്, ചരിത്ര വിജയമാണ് LDF ഉണ്ടായത്. ആ വിജയം ഇത്തവണ ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, ആ റിസൾട്ട് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷെ അതേസമയം തന്നെ 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ ബഹുദൂരം മുന്നോട്ട് വന്നു എന്നുള്ളതല്ലേ കണക്കുകൾ കാണിക്കുന്നത്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പത്രം തിരുവനന്തപുരം നഗരത്തിലെ കണക്കുകൾ പ്രാധാന്യത്തോടെ അല്ലെങ്കിലും ഉള്ളിലെ പേജിൽ കൊടുത്തതായിട്ട് കണ്ടു. അത്രയും കൊടുത്തല്ലോ, നന്ദി. തിരുവനന്തപുരം നഗരത്തിൽ വോട്ടിൽ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണെന്ന്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി എന്തായിരുന്നു? 3-ാം സ്ഥാനത്തായിരുന്നില്ലേ? അവിടെ നിന്നല്ലേ 1-ാം സ്ഥാനത്ത് വന്നത്. ഇപ്പോൾ പിടിച്ചടക്കി എന്ന് പറയുന്ന BJPക്ക് LDFനേക്കാൾ വോട്ട് കുറവാണ് തിരുവനന്തപുരം നഗരത്തിൽ. വളരെ പിന്നിലാണ് UDF. അപ്പോൾ ആരുടെ വോട്ടാണ് BJPക്ക് ഈ മുന്നേറ്റത്തിന് സഹായകരമായി മാറിയെന്നും കൂടി കാണുന്നുണ്ട്. പിന്നെ BJP വലിയ മുന്നേറ്റം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ഒരു പത്രം, അതിലും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 അസംബ്ലി മണ്ഡലങ്ങളിലെ LDFന് ലീഡുള്ളൂ എന്ന് പറഞ്ഞ അതേ പത്രം തന്നെ ഇന്നലെ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡ് കണക്ക് വെച്ചിട്ട് 58 ലീഡുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 19 നിന്ന് 58 കുതിച്ചുചാട്ടമാണല്ലോ അങ്ങനെ വരുമ്പോൾ അവർ പറഞ്ഞനുസരിച്ച് ഉണ്ടാവുന്നത്. ഇന്നൊരു കണക്ക് വന്നിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷൻ മുനിസിപ്പൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 64 അസംബ്ലി മണ്ഡലങ്ങളിൽ LDFന് ലീഡുണ്ട്. അപ്പോൾ ഒരു കാര്യം ശരി, നിങ്ങൾ പറയുന്നൊരു കാര്യം, 2021 മഹാവിജയം അതുപോലെ ആവർത്തിക്കാനായിട്ടില്ല. പക്ഷേ ഇപ്പോഴും വോട്ടിൻ്റെയും കണക്ക് അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്ക് നോക്കിയാൽ ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമാണ്. പതുക്കെയാണെങ്കിലും നിങ്ങളിൽ പലരും അത്ര പ്രാധാന്യത്തോടെ അല്ലെങ്കിലും ഈ കാര്യം ഇപ്പോൾ പറയാൻ തുടങ്ങി എന്നുള്ളത് നല്ല കാര്യം. കാരണം പറയാതിരിക്കാനാവില്ല, അത് വസ്തുതയാണ്. അപ്പോൾ ഉണ്ടായ തിരിച്ചടിയൊന്നും ഞങ്ങളാരും കാണാതിരിക്കുന്നില്ല. ഞങ്ങളും നിങ്ങളും പ്രതീക്ഷിച്ച, ഒരുപക്ഷെ പ്രതിപക്ഷവും പ്രതീക്ഷിച്ച വലിയ വിജയം ഇത്തവണ ആവർത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് എന്തോ ഭയങ്കര തിരിച്ചടി ഉണ്ടായെന്ന് തോന്നുന്നത്. കഴിഞ്ഞ വർഷത്തെ അതേ മഹാവിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ അത് ചരിത്ര വിജയം എന്നൊക്കെ പറഞ്ഞത്. അതെപ്പോഴും അതേപോലെ തന്നെ ആവർത്തിക്കാൻ പറ്റണമെന്നില്ല. പിന്നെ ഞങ്ങൾക്ക് അങ്ങനൊരു വലിയ വിജയത്തിന് അർഹരാണ് എന്ന് എതിർക്കുന്നവർക്കും തോന്നലുള്ളത് കൊണ്ടാണല്ലോ അവർ അത് പ്രതീക്ഷിച്ചത്. ഇവരതുപോലെ തന്നെ ഇത്തവണയും ജയിക്കും എന്ന് പ്രതീക്ഷിച്ചു. കാരണം അത്രയും നല്ല വർക്ക് ഒരു ഗവൺമെൻറ് നടത്തി. സർക്കാരിൻ്റെ പ്രകടനം, പെർഫോമൻസ് പരിഗണിച്ചാണെങ്കിൽ ഇവർ ഈ മഹാവിജയം ആവർത്തിച്ച് കളയുമോ എന്ന ആശങ്ക ഞങ്ങൾ എതിർക്കുന്നവർക്കുണ്ടായിരുന്നു. അത്രത്തോളം വന്നില്ല എന്നതിൻ്റെ ആശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈ ഭയങ്കര രാഷ്ട്രീയ വിജയമുണ്ടായി എന്ന പ്രതീതി ഉണ്ടാക്കുന്നതിൻ്റെ കാരണം. അതെ, ഞാൻ പറയാം കണക്ക്, അത് പറഞ്ഞു നന്നായി. തൃത്താലയിൽ ഇന്നലത്തെ പത്രത്തിൻ്റെ കണക്ക് എങ്ങനെയെന്നറിയാമോ? വാർഡ് അടിസ്ഥാനത്തിലുള്ളതാണ്. വാർഡ് അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ മാനദണ്ഡമേ അല്ല പ്രധാനമായിട്ടും വരുന്നത്, വളരെ കുറച്ചേ ഇത് വരുന്നുള്ളൂ. ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് തൃത്താലയിലുണ്ട്. തൃത്താല മുനിസിപ്പാലിറ്റി ഇല്ലാത്ത മണ്ഡലമാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ 867 വോട്ടിൻ്റെ നേരിയ മേൽക്കൈ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അത് വെച്ചൊക്കെ ആഘോഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആഘോഷിക്കാനുള്ള അവകാശമുണ്ട്. അല്ല, അത് വാർഡ് വെച്ചിട്ടുള്ള കണക്കാണ്. ഞാൻ പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് വരുമ്പോൾ ഇനിയും കൂടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ജില്ലാ പഞ്ചായത്തിൽ വരുമ്പോൾ 58-64 ആവുന്നു. അതുകൊണ്ടാണല്ലോ അതെടുക്കാതിരുന്നത്. ഇപ്പോൾ ഇന്നലെ എന്തുകൊണ്ടാണ് വാർഡിൻ്റെ കണക്കെടുത്തത് ആ പത്രം എന്നത് വളരെ വ്യക്തമാണ്. കാരണം UDFന് പരമാവധി സഹായകരമായിട്ടുള്ള കണക്ക് അതേ ഉള്ളൂ.
എന്നതുകൊണ്ടാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്കെടുത്താലോ 64 എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ മഹാവിജയം എന്ന പ്രതീതി അതോടുകൂടി പൊളിയും. അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ വിജയം ഉണ്ടാക്കി തൂത്തുവാരി എന്നൊക്കെയുള്ള പ്രതീതി അതോടുകൂടി പൊളിയും. പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും സോഷ്യൽ മീഡിയയൊക്കെ വികസിച്ചൊരു കാലത്ത് ഈ കണക്കുകളൊക്കെ അധികകാലം മൂടി വയ്ക്കാൻ പറ്റില്ലല്ലോ. ഈ യാഥാർത്ഥ്യം മൂടി വയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ആ പ്രതീതി 48 മണിക്കൂർ കൊണ്ട് അവസാനിച്ചിരിക്കുന്നു കേരളത്തിൽ. ഈ പറഞ്ഞതിനർത്ഥം ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. പക്ഷേ UDFന് വലിയ രാഷ്ട്രീയ വിജയമുണ്ടായി എന്ന പ്രതീതി 48 മണിക്കൂർ കൊണ്ട് അസ്തമിച്ചിരിക്കുന്നു. കണക്കുകൾ തെളിയിക്കുന്നുണ്ട്.